ടീച്ചേഴ്സ് ആണ് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതെങ്കിലും ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ മക്കളെ, നമുക്ക് 1 മാർക്ക് സെഷനിലേക്ക് ആദ്യം തന്നെ പോവാം. നമ്മുടെ ഈ 1 മാർക്ക് സെഷന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ 2 മാർക്ക് സെഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ 2 മാർക്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, സോ നമുക്ക് നോക്കാം. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഓണ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ ആദ്യത്തെ ചോദ്യമാണ് യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അയാൾ. ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അത് റേഡിയൻ ആണ്. റേഡിയൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്തത് യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താ? സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഡിയൻ ആണ്. സ്ട്രേഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്. ഡയമെൻഷൻ ഓഫ് വർക്ക്. വർക്കിന്റെ ഡയമെൻഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 7 ആളുകളുടെ ഡയമെൻഷൻ കാണാതെ പഠിക്കാനുണ്ട്. അതിലൊരാളാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. സോ ml സ്ക്വയർ t⁻⁻2 എന്ന് പറയുന്നതാണ് നമ്മുടെ വർക്കിന്റെ ഡയമെൻഷൻ. ദെൻ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. ഈ 7 ആളുകളിൽ പെടുന്ന ഒരാളാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അയാളുടെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം LT⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 1 2 3 4 0 0. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? നമുക്കറിയാം ഒരു നമ്പറിനകത്ത് ഡെസിമൽ ഒന്നും ഇല്ല എങ്കിൽ അവസാനിക്കുന്ന സീറോസ് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. സോ ഇവിടെ 1 2 3 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. സോ നമുക്ക് പറയാം 4 SF ആണ്. അവസാനത്തെ 0 കൂട്ടാൻ പറ്റുമോ? ഇല്ല. അവസാനത്തെ 0 നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സിഗ്നിഫിക്കന്റ് അല്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ അടുത്തതാണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ആംപിയർ. അതെന്താണ്? ആംപിയർ ആണ്. ദെൻ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്നുള്ളതാണ്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്ന സെഷനിൽ പഠിക്കുന്നുണ്ട്. സോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റി ആണ്. വെലോസിറ്റി. ദെൻ അടുത്തത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? അത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ. ദെൻ അടുത്തതായിട്ട് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യമാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. സോ ഡിസ്പ്ലേസ്മെന്റ്. ദെൻ അടുത്തതായിട്ട് ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെറും വെലോസിറ്റി എന്ന് എഴുതി വെക്കാൻ പാടില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് എഴുതി കൊടുക്കണം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി. ദെൻ അടുത്തതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. മക്കളെ, നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് കവേർഡ് ബൈ എ ബോഡി. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒന്നെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് വലുതും ഡിസ്പ്ലേസ്മെന്റ് ചെറുതുമായിരിക്കും. ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് വലുതും ഡിസ്റ്റൻസ് ചെറുതുമായിരിക്കില്ല. സോ നമ്മൾ മനസ്സിലാക്കണം ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അതാണ് അവർക്കിടയിലുള്ള റിലേഷൻ. ദെൻ അടുത്തതാണ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഒരു ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ 0 ആണ്. എന്താണ്? 0 ആണ് ആ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ. നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? നൾ വെക്ടർ എന്ന് പറയുന്നത് 0 വെക്ടറിന്റെ മറ്റൊരു പേരാണ്. സോ നൾ വെക്ടർ അഥവാ 0 വെക്ടർ എന്നാണ് ഇവിടെ ചോദിച്ചത്. എത്രയായിരിക്കും മാഗ്നിറ്റ്യൂഡ്? 0 ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ലോ? ഏത് ലോ പ്രകാരമാണ് സ്ലിംഗ്? നമുക്കറിയാം സ്ലിംഗ് ഷോട്ട് നമ്മൾ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ നമ്മൾ പല റീലുകളിലും കാണുന്നുണ്ട്. ഇതിന് നമുക്ക് സ്ലിംഗ് ഷോട്ട് അല്ലെങ്കിൽ സ്ലിംഗ് വർക്ക് ചെയ്യുന്നത് ഏത് ലോ പ്രകാരമാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അത് പാരലലോഗ്രാം ലോ ആണ്. പാരലലോഗ്രാം ലോ. സോ പാരലലോഗ്രാം ലോ പ്രകാരമാണ് സ്ലിംഗ് വർക്ക് ചെയ്യുന്നത്. ദെൻ
ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ്, ഒരു പ്രൊജക്ടൈലിന്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് പരാബോള ആയിരിക്കും, പരാബോള. സോ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. ഈ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ഷേപ്പ്. അപ്പം ഒരു പരാബോള എന്ന് പറയുന്ന ഷേപ്പിലായിരിക്കും ആരുണ്ടാവുക? പ്രൊജക്ടൈലിന്റെ ഷേപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാം. ദെൻ അറ്റ് ദ പീക്ക് പോയിന്റ് ഓഫ് എ പ്രൊജക്ടൈൽ ദ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഈസ്, അതായത് ഒരു പ്രൊജക്ടൈൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു പ്രൊജക്ടൈൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പ്രൊജക്ടൈൽ എറിയുന്ന സമയത്ത് അതിന് രണ്ട് കോമ്പണന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് യു ആണെങ്കിൽ, ഇത് തീറ്റ ആണെങ്കിൽ, ഇത് യു കോസ് തീറ്റ, ഇത് യു സൈൻ തീറ്റ. സോ ഏറ്റവും ടോപ്പിൽ അഥവാ പീക്ക് പോയിന്റിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? യു സൈൻ തീറ്റ ഉണ്ടാവോ? ഇല്ല. അവിടെ ആര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? നമ്മുടെ യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റണം മാക്സിമം എന്താണ്, ഏത് കോമ്പണന്റ് ആണ് ഉണ്ടാവുക? യു കോസ് തീറ്റ. പീക്ക് പോയിന്റിൽ യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ എ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്? മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം കുത്തനെ പോകണം എന്നുണ്ടെങ്കിൽ, വെർട്ടിക്കലി കൂടുതൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡിഗ്രിയിൽ എറിയണം? 90 ഡിഗ്രിയിൽ എറിയണം. സോ 90 ഡിഗ്രി ആണ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം റേഞ്ച്? മാക്സിമം റേഞ്ച് കിട്ടണമെന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് എറിഞ്ഞിട്ട് കുറേ ദൂരം പോയിട്ട് അത് വീണമെന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് നമ്മൾ എറിയേണ്ടത്? നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രൊജക്ട് ചെയ്യണം. സോ 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് മാക്സിമം റേഞ്ച് നമുക്ക് തരുള്ളൂ. സോ ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 2 മാർക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ 2 മാർക്ക് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.